പാക് സർവ്വസൈന്യാധിപൻ റാഹിൽ ഷെരീഫ് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചതിനു ശേഷം രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തുന്നതായാണ് റിപ്പോർട്ട്. പാക് പാർലമെന്റിന്റെ സംയുക്ത യോഗം വിളിച്ചു ചേർക്കാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് നടക്കാനിടയില്ല. സർക്കാരിനും പ്രക്ഷോഭകർക്കുമിടയിൽ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണെന്ന് പാക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നസീർ മലിക് അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് വ്യക്തമാക്കിയതെങ്കിലും കോടതി നിർദ്ദേശം സർക്കാർ തള്ളിയതായാണ് സൂചന. ഇതിന്റെ ഭാഗമായാണ് ഇമ്രാൻഖാനും തഹരീറുൽ ഖാദിരിക്കുമെതിരെ കേസെടുത്തത്. ഏറ്റുമുട്ടലോ രാജിയോ എന്ന ചോദ്യം മാത്രമാണ് ഇതോടെ നവാസ് ഷെരീഫിന് മുമ്പിൽ ബാക്കിയാവുന്നത്. മധ്യസ്ഥ ശ്രമത്തിന് സൈന്യത്തെ നിയോഗിച്ചിട്ടില്ലെന്ന് നവാസ് ഷെരീഫും പ്രധാനമന്ത്രിയുടെ രാജിയല്ലാത്തതൊന്നും സ്വീകാര്യമല്ലെന്ന് പ്രക്ഷോഭകരും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വടക്കൻ പ്രവിശ്യയുടെ മുൻ സാമ്പത്തിക മന്ത്രിയും ജമാഅത്തെ ഇസ്ലാമി അമീറുമായ സിറാജുൽ ഹക്കാണ് പുതിയ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. പാക് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ചൗധരി എഹ്സാസ് ഹസൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പങ്കെടുത്ത യോഗം പ്രക്ഷോഭകരുമായി നവാസ് ഷെരീഫ് നേർക്കുനേരെ സംഭാഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇമ്രാൻഖാനെയും ഖാദിരിയെയും ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇരുവർക്കുമെതിരെ കേസെടുത്ത് സർക്കാർ രംഗത്തിറങ്ങിയത്. മീഡിയ 1 ന്യൂഡൽഹി.